ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇന്ന് ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ പോവാറ് ഗൈസ്. അപ്പോൾ ഫ്രാങ്ക്ലി ബായ് ആണെങ്കിൽ അവിടെ നിന്നാണ്ട് ന്യൂസ് എന്തോ ഇതെന്താ ഷിഞ്ചാണ് ന്യൂസ് ആണായിക്കൂല ഒന്ന് മാറിക്കച്ച് ഫ്രാങ്ക്ലി ബായ് ന്യൂസൊക്കെ കാണി പിന്നെ ആക്കാം. ഫ്രാങ്ക്ലി ബായ് നമുക്ക് എന്താണ് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഫ്രാങ്ക്ലി ബായ് ഇത് വന്ന പർച്ചേസോ എന്ത് പർച്ചേസ് ഫ്രാങ്ക്ലി ബായ് ഇത് പിന്നെ ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോയില്ലേ നാളെ, അതിനിപ്പോൾ എന്താ ഇത്രയും പർച്ചേസൊക്കെ അതൊക്കെ പിന്നെ പറയാം. ഫ്രാങ്ക്ലി ബായ് എന്തായാലും ഡ്രസ്സൊന്ന് മാറ്റി. ഓക്കെ എന്തായാലും ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ. ഓക്കെ ഷിൻജാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ഷിൻജാനാണെങ്കിൽ ഒരു വൈക്ക് പോകുന്ന ലക്ഷണം കൂടാ നമുക്കത് പർച്ചേസും കാര്യങ്ങളൊക്കെ പോകാനാണ് പറഞ്ഞത്. നമുക്കതാണെന്ന് വണ്ടി എടുത്ത് നേരെ നമ്മളെ പർച്ചേസ് ചെയ്യാൻ പോകാം ഗൈസ്. നമുക്ക് വല്ല ഷോപ്പിംഗ് ചെയ്യുക ഗൈസ്. അത് ഷിൻജാനെ കുറച്ച് വാങ്ങിയാൽ മതി കേട്ടോ. ഫ്രാങ്ക്ലി ബായ് ഞങ്ങൾ കുറച്ചുള്ളൂ വാങ്ങുക. ഓക്കെ എന്തായാലും നമുക്ക് നേരെ പോവാം. അല്ല ഷിൻജാൻ ഞാൻ പറയാൻ പറഞ്ഞതാണ് എങ്ങോട്ടൊക്കെ ഒരു ടൂറ്. ഫ്രാങ്ക്ലി ബായ് ബീച്ചും സൂവൊക്കെയാണ്. നല്ല സെറ്റപ്പാണല്ലോ. ഇങ്ങോട്ടൊക്കെ ഞാൻ കണ്ടുപോലെ ഇതിന് എന്തിനാ ഇതിലൊക്കെ പോകണത്. ഫ്രാങ്ക്ലി ബായ് ഫ്രണ്ട്സിനൊപ്പം പോകാൻ ഭയങ്കര രസമാണ് ഫ്രാങ്ക്ലി ബായ്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തായാലും നമ്മളെ ഷോപ്പിംഗ് ചെയ്യാൻ പോവാം. നമുക്ക് ഫ്രാങ്ക്ലി ബായ് പെട്ടെന്ന് പോവാം. വീട്ടിലെത്തി കുറച്ചും പാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിറ്റ് ചെയ്യും, ഇപ്പം എത്തും. എത്തിയാടത്തോ എത്തി നമ്മളെ ഒരു ഷോപ്പൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങാം. ഓക്കെ ഫ്രാങ്ക്ലി ബായ് ഞങ്ങൾ വാങ്ങിക്കോളാം. ഓക്കെ നമ്മളെ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ വണ്ടി ഇവിടെ ഒതുക്കി നിർത്തിക്കാളെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അത് ഷിൻജാൻ ഇറങ്ങി നിനക്കല്ല പർച്ചേസും കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കോ. ഓക്കെ ഫ്രാങ്ക്ലി ബായ് ഞാൻ ഇറങ്ങിക്കോളാം. ഒക്കെ നമ്മളെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഷിൻജാൻ പിന്നെ വീട്ടിലെത്തി അച്ഛനെ പോയിങ്ങാണ്ട് ഈ ലഗേജും കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ കൊണ്ടിട്ടോ. അത് ഏറ്റു ഫ്രാങ്ക്ലി ബായ് ഏറ്റവും പറഞ്ഞ പോലെ ചെയ്യണം. ഓക്കെ ഫ്രാങ്ക്ലി ബായ് ഞാൻ ചെയ്തോളാം. ഓക്കെ നമ്മൾ നേരെ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടി നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ പോവാം. അവിടെ ഷിൻജാൻ വീട് എത്തിയിട്ട് ലഗേജും കാര്യങ്ങൾ ചെന്നെ കൊണ്ടേ വെക്കണം കേട്ടോ. അത് ഏറ്റു ഫ്രാങ്ക്ലി ബായ് പറഞ്ഞ കാര്യം തന്നെ ഞാൻ ജയിച്ചിരിക്കുന്നു. എന്തായാലും നീ ഞങ്ങൾ വീട്ടിൽ നിർത്തട്ടെ, ലഗേജൊക്കെ ചിരിക്കണം. ഓക്കെ ഫ്രാങ്ക്ലി ബായ്. ഓക്കെ നമുക്കത് ലാഭമായിട്ടുണ്ട് ഗൈസ്. ഓനൊരു ചാക്ക് സാധനം വാങ്ങി നമുക്കിനി കുറച്ച് റെസ്റ്റ് എടുക്കാം. ഓക്കെ നമ്മൾ കുറച്ച് വർക്കൗട്ടും കാര്യമൊക്കെ ചെയ്തു ഗൈസ്. രാത്രി ആയിട്ടുണ്ട് ഗൈസ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. എന്നാലും നമുക്ക് നേരെ നമ്മളെ ഉറങ്ങാൻ പോവാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമുക്ക് ഉറങ്ങാൻ പോവാം. അവിടെ ഷിൻജാൻ നീ ഉറങ്ങിയില്ലടാ. ഫ്രാങ്ക്ലി ബായ് ലഗേജും കാര്യമൊക്കെ പാക്ക് ചെയ്യാണ്ടപ്പോൾ ഞാൻ ഉറങ്ങിയില്ല. ഒരു 2 ദിവസം ട്രിപ്പിനാണ് എനിക്ക് ലഗേജും കാര്യമൊക്കെ ഒന്നും മിണ്ടാക്കട ചെക്ക കയറി കാരണം ഉറങ്ങി. ഓക്കെ ഫ്രാങ്ക്ലി ബായ് ഞാൻ ഉറങ്ങിക്കോളാം. ഓക്കെ ഉറങ്ങിയുണ്ട്. ഓക്കെ നമ്മൾ ഷിൻജാനും ഉറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാനും ഇനി കിടക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ് നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. സമയം എത്രയായി നമുക്ക് പോകാൻ സമയം നോക്കിയിട്ടുണ്ട് ഷിൻജാൻ. ഓക്കെ 10:30 ആയിക്കിട്ടുണ്ട്. നമുക്ക് ഷിൻജാനെ വിളിക്കാം. ഷിൻജാനെ എണീക്കട സമയമായി. നിൻ്റെ ടൂർ പോകണ്ട എനിക്ക് ഇല്ലെങ്കിൽ ചൂട് സമയമായി. ഞാൻ പെട്ടെന്ന് നിൽക്കട്ടെ. പെട്ടെന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് സമയമായിക്കോളൂ. പെട്ടെന്ന് വാ. ഓക്കെ ഫ്രാങ്ക്ലി ബായ് ഞാൻ ആക്കാം. നമ്മുടെ ഷിൻജാനാണെങ്കിൽ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുളിച്ചു മാറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണ് ഇവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ എന്താണ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇനി ഒരുക്കാൻ കഴിയുമ്പോഴത്തേനും ഒരു മണിക്കൂറാവും ഗൈസ്. അവിടെ ഷിൻജാനെ എത്ര നേരമാണ് ഞാനിവിടെ കാത്തിക്കാൻ തുടങ്ങിയിട്ട്. സ്കൂൾ ബസ്സൊക്കെ പോയിട്ടുണ്ടാവും. പെട്ടെന്ന് കയറി കാർക്ക്. ഓക്കെ ഫ്രാങ്ക്ലി ബായ് ഞാൻ ഇപ്പോൾ തന്നെ കയറാം. നമ്മൾ ഷിൻജാനെ കൊടുക്കാൻ നേരെ നമുക്ക് നമ്മളെ സ്കൂൾക്ക് പോവാം ഗൈസ്. ഓക്കെ നമുക്ക് നേരെ തന്നെ നമ്മൾ സ്കൂളിലേക്ക് പോവാം. ഫ്രാങ്ക്ലി ബായ് പെട്ടെന്ന് പോകും. ഫ്രാങ്ക്ലി ബായ് ബസ്സൊന്നും പോയിട്ടുണ്ടാവില്ല. ഞാൻ വെറുതെ ഒന്നും ഉണ്ടായിരിക്കും. ഓക്കെ ഫ്രാങ്ക്ലി ബായ്. ഓക്കെ നമുക്ക് നേരെ നമ്മൾ സ്കൂളിലേക്ക് പോവുക ഗൈസ്. ഓക്കെ എടാ ഷിൻജാൻ സ്കൂളെത്തിയിട്ടുണ്ട്. സ്കൂളെത്തി. ഫ്രാങ്ക്ലി ബായ് ബസ്സൊന്നും വന്നിട്ടില്ലല്ലോ. ശരിയാണല്ലോ, ബസ്സൊന്നും വന്നിട്ടില്ലല്ലോ. ഫ്രാങ്ക്ലി ബായിനോട് ഞാൻ പറഞ്ഞതാണ് സ്കൂൾ ബസ്സൊന്നും വന്നിട്ടുണ്ടാവില്ല എന്ന്. എപ്പോഴാണ് എന്നോട് ഇത് പറഞ്ഞത്? അത് പിന്നെ സാഹചര്യം മുണ്ടായിരുന്നു എന്നെ കൊണ്ട് പറയുന്നത്. ഓക്കെ എടാ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇറങ്ങിക്കോ. ഞാൻ എന്തായാലും ഇനി പോട്ടെ. ഓക്കെ നമ്മൾ ഷിൻജാൻ പോയപ്പോൾ നല്ലൊരു സുഖമുണ്ട് ഗൈസ്. ഇനി വീട്ടിൽ ഇറങ്ങിയിട്ടൊന്ന് വാണൊന്ന് പുഷപ്പൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് കിടന്ന് മയങ്ങാൻ. മറ്റേ ഷിൻജാനാകുമ്പോൾ കലവിൽ മൊത്തം ഗൈസ്. എന്തായാലും നമുക്ക് പോവാം ഗൈസ്. ഓക്കെ എവിടെ ഡോറിമോന് ബസ് വന്നൂടോ? ഇല്ല ഷിൻജാൻ ബസ്സൊന്നും വന്നിട്ടില്ല. കുട്ടികളൊക്കെ അവിടെ നിൽക്കണേ. ഞമ്മക്ക് വരാൻ അങ്ങോട്ട് പോയേക്കാം. ഓക്കെടാ ഞാൻ വരടാ. അപ്പോൾ എല്ലാം ചൂടാൻ റെഡിയല്ലേ? റെഡിയാണ് സാർ. ഇപ്പോൾ തന്നെ നമ്മളെ ബസ്സും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഓക്കെ ലൊക്കേഷൻ ശരിച്ച് ഇവിടെ ആവാനാണ് സാധ്യത. എന്തായാലും ഇവിടേക്കൊന്ന് പോയി നോക്കി നോക്കാം. ഇവിടെ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. എല്ലാവരും കയറിക്കോളിയും ബസ് എത്തിയിട്ടുണ്ട്.
ഡോറിമോനെ ബസ് വന്നടാ, കയറടാ. ആ ഓക്കേടാ, ഞാൻ ഇപ്പം തന്നെ കയറാം. ഞാൻ പെട്ടെന്ന് കയറി. ഓക്കെ. അപ്പോൾ കുട്ടികളെല്ലാവരും കയറിയിട്ടില്ല. അപ്പോൾ നമ്മളെ ബസ് പോവുകയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും മുറുക്കി പിടിച്ചു. നമുക്ക് നേരെ നമ്മളെ ബീച്ച് സൈഡിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ എല്ലാവരും പിടിച്ചു. എല്ലാവരും സെറ്റല്ലേ? സെറ്റാണ് മാമ ഒരു പാട്ടിന് മാമ. പാട്ടോ? ഇപ്പം തന്നെ ഒരു പാട്ടിനാട്ടോ. ഇട്ടുക്കണു. സൂര്യനും ചന്ദ്രനും കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നതും വിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായ കാലം എടുത്തു വച്ച സ്വർഗം പോലും കുട്ടികളെ നമ്മളെ ബീച്ച് സൈഡ് എത്തിയിരുന്ന എല്ലാവരും ചില്ലായിക്കോ. ബീച്ച് സൈഡ് എത്തി. എടാ ഡോറിമോനെ ബീച്ച് എത്തിയടാ. ആരാ ബീച്ച് എത്തി? നമുക്കെല്ലാം ഇറങ്ങി ചില്ല് ചെയ്യാം. എല്ലാവരും ഇറങ്ങിക്കോ. നമ്മളെ സ്ഥലം എത്തിയിരുന്നു. എല്ലാവരും ഇറങ്ങിക്കോ. അപ്പോൾ കുട്ടികളെ നമ്മൾ ബീച്ച് സൈഡ് എത്തിയിട്ടുണ്ട്. ആരും ബീച്ചിക്കൊന്നും ഇറങ്ങണം കേട്ടോ. ബീച്ചിൽ ഇറങ്ങുകയാണെങ്കിൽ തന്നെ ടീച്ചർമാരുടെ അനുവാദം കൂടി ഇറങ്ങാൻ മതി. അപ്പോൾ എല്ലാവരും പോയി കളിച്ചോളൂ. എടാ ഡോറിമോനെ നമുക്കിവിടെ പോയിരുന്നാലോ? നമുക്കിവിടെ ഇരിക്കാം. എന്ത് രസമാണ് ഇവിടെ നിൽക്കാൻ. ആഴ്ചയിൽ ഓരോ വട്ടം ഇങ്ങോട്ട് വേണം ഡോറിമോനെ അല്ലേ? ശരിയാണ്. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അതുവരെ ലൈക്കും. ബൈ.